നമസ്തേ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഞാൻ ഡോക്ടർ മാരാർജി, എസ്ട്രോളജർ. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഓരോ നക്ഷത്രക്കാരുടെയും രാശി അനുസരിച്ചുള്ള ഈ വർഷത്തെ വിഷുഫലമാണ്. കുംഭശനി, മേടവ്യാഴം, ഉത്തരായനം, കൊല്ലവർഷം 1199, മീനമാസം 31-ാം തീയതി, അതായത് ഇംഗ്ലീഷ് വർഷം 2024 ഏപ്രിൽ 13-ാം തീയതി, മന്ദവാരം, ശനിയാഴ്ച, ഉദിച്ച് 35 നാഴിക 6 വിനാഴികക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 8 മണി 22 മിനിറ്റിന് രാത്രി, മേടരവി സംക്രമം. ഈ മേടരവി സംക്രമമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷുവായി ആഘോഷിച്ചു വരുന്നത്. അന്നേ ദിവസം ശുക്ലപക്ഷ ഷഷ്ഠി തിഥിയും മകേര്യം നക്ഷത്രവും വരാഹകരണവും ശോഭനനാമ നിത്യയോഗവുമാകുന്നു. മേഷരവി സംക്രമം നടക്കുന്നത് തുലാം ലഗ്നത്തിലാണ്. ഈ മേഷരവി സംക്രമത്തിനനുസരിച്ച് നല്ല ഒരു വിഷുഫലമാണ് നമുക്കിവിടെ പറയാനുള്ളത്. കാരണം തുലാം ലഗ്നത്തിൽ ലഗ്നാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി 6-ാം ഭാവത്തിലും 7-ാം ഭാവത്തിൽ വ്യാഴവും 9-ാം ഭാവത്തിൽ ചന്ദ്രനും ബലവാന്മാരായി നിൽക്കുന്നു. പ്രായേണ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം യാത്രാവിഷയത്തിലും ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ പിതൃതോധിക, പിതാവിനേക്കാളും പ്രശസ്തി കൈവരിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നു. 9-ാം ഭാവത്തിലെ ചന്ദ്രൻ സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ്, എല്ലാ സൗഭാഗ്യങ്ങളും സന്താന ശ്രേയസ്സും, മിത്രബന്ധു ധനഭാഗ്, നല്ല സുഹൃത്തുക്കളും ബാന്ധവന്മാരും വന്നു ചേരുമെന്ന് പറയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ഈ സമയത്ത് പൈതൃകമായ പിതൃസംബന്ധമായ അരിഷ്ടതകൾ കാണുന്നു. ഭാഗ്യാധിപനായ ബുധൻ നീചസ്ഥനായി മീനം രാശിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പിതാക്കളുടെ ശുശ്രൂഷ, അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളൊക്കെ നൽകുക, മരിച്ചു കഴിഞ്ഞ പിതൃക്കൾക്ക് പിതൃതർപ്പണം ചെയ്യുക, പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണിത്. അതേ രീതിയിൽ തൻ്റെ ധർമ്മദൈവ പ്രീതി നന്നായിട്ട് അനുഷ്ഠിക്കുക. ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ എന്നാണ്. ധർമ്മദൈവങ്ങൾ സന്തുഷ്ടരായാൽ ആ തറവാടിന് സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. തൻ്റെ സന്തതി പരമ്പരകൾക്കും ശോഭനമായ ഒരു ഭാവിയും പ്രദാനം ചെയ്യും. ഈ ഒരു വിഷുവർഷക്കാലം 12 രാശിക്കാർ, ആ 12 രാശിയിൽ ഉൾപ്പെടുന്ന 27 നക്ഷത്രക്കാരുടെയും വിഷുഫലം സാമാന്യമായി നമുക്ക് കണ്ണോടിക്കാം. ഒരു വർഷക്കാലത്തെ വിഷുഫലം പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ഗതിക്ക്, ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ മാറ്റമനുസരിച്ചാണ് ഫലം പറയുക. വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് മാറുന്നത് 2024 മെയ് 1-ാം തീയതിയാണ്. ഒരു വർഷമാണ് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുക. ഒരു രാശിയിൽ ഏറ്റവും വർഷം സഞ്ചരിക്കുന്നത് ശനിയാകുന്നു. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കളാകട്ടെ 1.5 വർഷവും. വ്യാഴത്തിൻ്റെ സഞ്ചാരം ഒരു വർഷമാണ്. പക്ഷേ വ്യാഴമാണ് ഒരു ജാതക ചിന്തയിലും പ്രശ്നചിന്തയിലും നാം ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഗ്രഹം. വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിനനുസരിച്ചാണ് നാം ജ്യോതിഷ ചിന്തയിലും
രാശിചിന്തയിലും മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും പ്രതികൂല സ്ഥിതിയും അനുസരിച്ചാണ് ജാതകചിന്തയിലും പ്രശ്നചിന്തയിലും ഒരു വ്യക്തിയുടെ ശുഭാശുഭ ഫലങ്ങളെ നാം നിരൂപണം ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ മാറ്റം 12 രാശിക്കാരെയും ആ രാശിയിൽ ഉൾപ്പെടുന്ന 27 നക്ഷത്രക്കാരെയും എപ്രകാരം സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് മേടം രാശിക്കാർക്കും കർക്കിടകം രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും വൃശ്ചികം രാശിക്കാർക്കും മകരം രാശിക്കാർക്കുമാകുന്നു. മേടം രാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്രങ്ങളാണ്. കർക്കടകം രാശി എന്നാൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവുമാകുന്നു. കന്നിരാശി എന്നാൽ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയുമാകുന്നു. വൃശ്ചികം രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴം തൃക്കേട്ട നക്ഷത്രവുമാകുന്നു. മകരം രാശി എന്നാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയുമാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മേടം രാശിക്കാർക്ക് ജന്മവ്യാഴം മാറി വ്യാഴം ശക്തമായി 2-ാം ഭാവത്തിലേക്കും കർക്കിടകം രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നും വ്യാഴം മാറി 11-ാം ഭാവത്തിലേക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമാകുന്നു ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും 11-ാം ഭാവം. ആ 11-ാം ഭാവത്തിലേക്കാണ് കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം മാറുന്നത്. കന്നി രാശിക്കാർക്ക് ഏറ്റവും ദുർബലമായ 8-ാം ഭാവത്തിലുള്ള വ്യാഴം മെയ് 1-ാം തീയതി മാറിയിട്ട് 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങേയറ്റം ശോഭനമായ ഗൃഹനിർമ്മാണമായാലും യാത്രാ സഞ്ചാരമായാലും ഏറ്റവും അധികം അനുകൂല സ്ഥിതി ഈ കന്നി രാശിക്കാർ അനുഭവിക്കുന്നതാണ്. വൃശ്ചികം രാശിക്കാരാകട്ടെ അവരുടെ 2-ാം ഭാവപതിയും 5-ാം ഭാവപതിയുമായ വ്യാഴം സന്താനങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട, അവരുടെ ധനപരമായ വിഷയങ്ങളെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം കഴിഞ്ഞ വർഷക്കാലം വളരെ ദുർബലമായി 6-ാം ഭാവത്തിലായിരുന്നു. മെയ് 1 മുതൽ വ്യാഴം 7-ാം ഭാവത്തിൽ വളരെ സജീവമായി സഞ്ചരിക്കുന്നു. ധനപരമായ വിഷയത്തിലായാലും സന്താനങ്ങളുടെ വിഷയത്തിലായാലും സ്വന്തം വിവാഹ വിഷയത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹ കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാനുള്ള സൗഭാഗ്യങ്ങളും ഈ വ്യാഴം പ്രദാനം ചെയ്യുന്നത്. മകരം രാശിക്കാർക്കാകട്ടെ വ്യാഴം 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. വളരെ അനുകൂലമായ ഭാവമാകുന്നു 5-ാം ഭാവം വ്യാഴത്തിന്. വളരെയധികം പഠനത്തിനും ഉപരിപഠനത്തിനും ഈ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ഇനി ഗുണദോഷ മിശ്രഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന 2 രാശികളുണ്ട്. അത് ചിങ്ങൻ രാശിയും കുംഭം രാശിയുമാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം 10-ാം ഭാവത്തിലേക്ക് ചാരവശാൽ സഞ്ചരിക്കുന്നു. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ വ്യാഴം സമ്മിശ്ര ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. കുംഭം രാശിക്കാർ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ രാശിക്കാർക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പലപ്പോഴും ചാരവശാൽ 4-ാം ഭാവം അത്ര ഗുണം നൽകുന്നതല്ല. എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തെ
മൂന്നാം ഭാവത്തിൽ നിന്നുള്ള വ്യാഴത്തിൻ്റെ നാലാം ഭാവത്തിലേക്കുള്ള മാറ്റം ഗുണകരമാണ്. അതുകൊണ്ടാണ് ഗുണദോഷ സമ്മിശ്രമായ ഫലത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റം അത്ര ഗുണകരമല്ലാത്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇടവം രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിലേക്ക് വരുന്നു. മിഥുനം രാശിക്കാർക്ക് 12ലേക്കും, തുലാം രാശിക്കാർക്ക് അഷ്ടമത്തിലേക്കും, ധനുരാശിക്കാർക്ക് 6ാം ഭാവത്തിലേക്കും, മീനം രാശിക്കാർക്ക് വ്യാഴം 3ാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരങ്ങൾ 3, 6, 8, 12 ഭാവങ്ങൾ ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ ഭാവങ്ങളാകുന്നു. അതുകൊണ്ട് ശുഭഗ്രഹമായ ദേവാചാര്യനായ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ ഭാവങ്ങളിലേക്കുള്ള മാറ്റം ശുഭകരമല്ല. ഇടവം രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി നക്ഷത്രം, മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഈ രാശിക്കാർക്ക് വ്യാഴം ജന്മവ്യാഴമായി ജന്മത്തിൽ വരുന്നു. ജന്മവ്യാഴം തീരെ ഗുണകരമല്ല. ഇനി മിഥുനം രാശിക്കാർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ വരുന്നു. മകേരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയാകുന്നു മിഥുനം രാശി. വ്യാഴത്തിൻ്റെ 12ാം ഭാവമാറ്റം അവർക്ക് ഗുണകരമല്ല. ഇനി തുലാം രാശിക്കാർക്ക്, തുലാം രാശി എന്നാൽ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇവർക്ക് വ്യാഴം ഏറ്റവും ദുർബലമായ അഷ്ടമഭാവത്തിൽ, 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഈ രാശിക്കാർക്ക് നേരിടേണ്ടി വരുന്നതാണ്. അടുത്തതായി ധനുരാശിക്കാർക്ക് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ 6ാം ഭാവത്തിലേക്കുള്ള മാറ്റവും ശുഭകരമല്ല. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ, സുഖം, സ്വസ്ഥത വളരെയധികം നശിക്കുക, ഇതൊക്കെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ്. ഇനി അടുത്തതായി മീനം രാശിക്കാർക്ക് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ പെടുന്ന മീനം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ചാരവശാൽ 3ാം ഭാവത്തിലേക്കുള്ള മാറ്റവും അത്ര ശുഭകരമല്ല. 12 രാശികളിൽ മേടം രാശി, കർക്കടകം രാശി, കന്നിരാശി, വൃശ്ചികൻ രാശി, മകരം രാശി, ഈ രാശിക്കാർക്ക് വ്യാഴം വളരെ ഗുണകരമായ ഒരു അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ധീജിത് പുത്ര അംഗസൗഖ്യം, ധീ ബുദ്ധി, ചിത്ത് മനസ്സ്, കീർത്തി പ്രശസ്തി, സന്താനശ്രേയസ്, ധനം, ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാകുന്നു വ്യാഴം. അപ്പോൾ സുസ്ഥിരമായ സാമ്പത്തികമായ ഒരു ഔന്നത്യം മേൽപ്പറഞ്ഞ രാശിക്കാർക്കുണ്ടാകുന്നതാണ്. ഗുണദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞ 2 രാശികൾ ചിങ്ങൻ രാശിയും കുംഭം രാശിയുമാകുന്നു. മറ്റ് രാശിക്കാർ ജന്മവ്യാഴം വരുന്ന ഇടവൻ രാശിക്കാർ, 12ാം ഭാവം വരുന്ന മിഥുനം രാശിക്കാർ, അഷ്ടമ ഭാവം വരുന്ന തുലാം രാശിക്കാർ, 6ാം ഭാവം വരുന്ന ധനുരാശിക്കാർ, 3ാം ഭാവം വരുന്ന മീനം രാശിക്കാർ ശ്രദ്ധിക്കുക. ഒരു ഗ്രഹം ദോഷത്തെ പ്രദാനം ചെയ്യുമ്പോൾ എങ്ങനെ നാം അതിനെ പ്രതിരോധിക്കും? ആചാര്യന്മാർ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അകാലചര്യാം മൃഗയാംജ സാഹസം, സുദൂരയാനം, ഗജവാജിവാഹനം, അസമയത്തുള്ള സഞ്ചാരങ്ങൾ വേണ്ടെന്ന് വെക്കുക, സാഹസ പ്രവൃത്തികൾ വേണ്ടെന്ന് വെക്കുക, ദൂരയാത്രകൾ ഒഴിവാക്കുക, വാഹനത്തിൽ കയറുന്നതും വളരെ ശ്രദ്ധിക്കുക. വ്യാഴമാണ് ഒരു വർഷത്തിന് നിങ്ങൾക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് വിഷ്ണു പ്രീതി ചെയ്യുക. ഈ സമയത്ത് നാരായണ കവചം ശ്രവിക്കുക, പഠിക്കുക, വിഷ്ണു സഹസ്രനാമം പഠിക്കുക, ജപിക്കുക, ശ്രവിക്കുക. അതേ രീതിയിൽ
വിഷു ക്ഷേത്രത്തിൽ ഭഗവാന് പ്രിയപ്പെട്ട തുളസിമാലയും പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കുക. ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൽ അർത്ഥമാകുന്നു തുളസി, കാമമാകുന്നു പാല്. അതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി തുളസിമാല ഭഗവാന് എല്ലാ വ്യാഴാഴ്ചകളും ചാർത്തുക. വീട്ടിൽ തുളസി നട്ടുപിടിപ്പിക്കുക. തുളസിക്ക് സമൃദ്ധമായി ജലം സേചനം ചെയ്യുക. ഭഗവാന് സാമ്പത്തികമായ ഔന്നത്യത്തിനായി തുളസിമാലയും തൻ്റെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി കാമത്തിൻ്റെ പൂർണ്ണതക്കായി കാമധേനു പാൽ പായസം ഭഗവാന് സമർപ്പിക്കുക. തൻ്റെ ആഗ്രഹങ്ങളുടെ പരിപൂർണതയ്ക്ക് വേണ്ടി വിഷുക്ഷേത്രത്തിൽ പാൽപ്പായസം സമർപ്പിക്കുക. അതാകുന്നു കാമം, തൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. വ്യാഴമാറ്റം മെയ് 1-ാം തീയതി സംജാതമാവുകയാണ്. ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഒരു വർഷത്തെ ഫലം സവിസ്തരം അടുത്ത മാസം മെയ് 1-ാം തീയതി മുതൽ പ്രതിപാദിക്കുന്നതാണ്. ഞങ്ങളുടെ ചാനൽ DR മാരാർജി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ വിഷു ആശംസിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.